ഹലോ വെൽക്കം ബാക്ക്. ഹനീഫ് അരിപ്പറമ്പാണ്. യു എയിൽ നൈറ്റ് ക്യാമ്പിനൊക്കെ പറ്റിയ ഒരു അടാറ് ലൊക്കേഷൻ കാണണം നിങ്ങൾക്ക്. എന്നാൽ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഇപ്പോൾ യു എയിൽ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ഭംഗിയുള്ള യാത്രകളാട്ടോ. പ്രത്യേകിച്ച് ഈ ഫുജൈറ, കോർഫുഖാൻ, ഹറ്റ അങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് മനസ്സിന് കുളിർമയേകുന്നൊരു യാത്രയാണ്. യു എയിൽ ഹത്ത ബോർഡറിൽ, അതായത് ഒമാൻ്റെ ബോർഡറായ ഹത്തയിൽ കാണാൻ വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരുപാട് ഡെസ്റ്റിനേഷനുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു ഒന്നൊന്നര ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സുഹൈല ലൈക്കും അതുപോലെ തന്നെ വളരെ നല്ല ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയ. ചെറിയ പെരുന്നാൾ ദിവസം കേട്ടോ ഞങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഏകദേശം പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേര സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരു 4 മണി 4:30 സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ട്രാവലിംഗ് തുടങ്ങി. ഏകദേശം ഇഷാ നിസ്കാരത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഏകദേശം ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അതായത് ഒമാൻ്റെ ബോർഡറിനടുത്തുള്ള ലാസ്റ്റ് ഒരു പള്ളിയുണ്ട്. ഹത്ത ബോർഡറിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്ന്, പള്ളി കഴിഞ്ഞ ഉടനെ റൈറ്റ്, പള്ളിയോട് ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു ഡിസേർട്ട് ഏരിയ പോലെ തോന്നിക്കുന്ന ഒരു ഏരിയയിലൂടെയാണ് ഈ ഒരു സുഹൈല ലൈക്കും അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പിംഗ് ഏരിയകളിലേക്കൊക്കെ ഉള്ള ോട് ചേർന്ന് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ ഈ മനോഹരമായ ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. നല്ലൊരു ലൈക്ക്, ചെറിയ ലൈക്ക് ആണെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ 4 ഭാഗങ്ങളിലും നമുക്ക് ബാർബിക്യൂ ചെയ്യാനും നമുക്ക് പല ഭക്ഷണം കഴിക്കാനും ടെൻറ്റ് കെട്ടാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇടയ്ക്കെങ്കിലും നമ്മൾ ഇത്തരം യാത്രകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ ജീവിതത്തിൽ. നമ്മൾ 3 ടെൻറ്റുകളിലായിട്ടാണ് ഞങ്ങൾ ഏകദേശം 10-12ഓളം വരുന്ന ആളുകൾ അന്നത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് കേട്ടോ. വളരെ മനോഹരമായ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു അന്ന്. വീശുന്ന സാധനമുണ്ടോ റാഷി? ഓൾറെഡി വീശിയത് വന്നു. കത്തിച്ചാ മതി. ലേറ്റർ ഉണ്ട്, മൊത്തം പൊട്ടി തരുന്നുണ്ട്. ആ സാധനം വെക്കുക, ഗ്യാസ് സ്റ്റവ് വെക്കുക, അതിമത്തന്നെ പ്രസ് ചെയ്യാനുള്ള സാധനം. ഇത് വീശി കൊടുക്കുക.
الشيب والهام ولا أعدت من الفعل الجميل قيرا ضيف لما برأسي غير محتشم لو كنت أعلمها ഒരു ദിവസമെങ്കിലും ആ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. വളരെ നേരത്തെ അവിടെ എത്തി സ്ഥലം പിടിച്ച് ടെൻറ്റ് കെട്ടി ബാർബിക്യൂ ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ഫാമിലികളും ബാച്ചിലേഴ്സിനൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റിട്ടോ. അപ്പോൾ നമ്മുടെ സമയങ്ങൾ നല്ല രൂപത്തിൽ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ, മോശമായ രൂപത്തിൽ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചല്ല എൻ്റെ വീഡിയോ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിന് റിലാക്സ് ആക്കാൻ പറ്റുന്ന, അതായത് സങ്കടങ്ങളൊക്കെ മറക്കാൻ പറ്റുന്ന ഒരു നല്ല ദിനം നമുക്ക് സമ്മാനിക്കണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ്. പലരും പല സ്ഥലങ്ങളും തിരഞ്ഞെടുത്തിരുന്നെങ്കിലും ഞങ്ങൾ ബാർബിക്യൂവിന് വേണ്ടി മറ്റൊക്കെ സെലക്ട് ചെയ്തത് ഈ കാണുന്ന ഒരു സ്ഥലമാട്ടോ. യാത്ര ചെയ്യുന്നവർക്ക് ഈ സ്ഥലം കണ്ടെത്താവുന്നതാണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ 3 ടെൻറ്റുകൾ ഇതിനോട് ചേർന്ന് തന്നെ മനോഹരമായി ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 2 ചെറിയ ടെൻറ്റുകളും ഒരു വലിയ ടെൻറ്റും, ഞങ്ങൾ ഏകദേശം 15ഓളം ആളുകൾ ഈ ഒരു ടെൻറ്റിലാണ്, ഈ 3 ടെൻറ്റുകളിലാണ് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തത്.
അവീർ സെക്ടറിലെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ പ്രവർത്തകരുടെ കൂടെ കേട്ടോ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ ആ പ്രഭാതത്തിൽ പുതുമയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ സുഹൈല ലൈക്കിനടുത്തേക്ക് തന്നെയാണ് വന്നത്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത് കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്ന പുതിയ വാട്ടർഫോൾ ഗാർഡനിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.